ചാനൽ പ്രവർത്തകന്റെ ആക്രാന്തം മോഹൻലാലിന്റെ കണ്ണിലിടിച്ച് മൈക്ക് വേദന കടിച്ചമർത്തി എന്താ മോനിയെന്ന് ലാലേട്ടൻ 24-നെതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി സോഷ്യൽ മീഡിയ. മെഗാസ്റ്റാറിനെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരുന്ന ജനക്കൂട്ടത്തെ ഒരു വിധത്തിൽ വകഞ്ഞുമാറ്റി വഴിയൊരുക്കുകയായിരുന്നു പോലീസ്. മൈക്കുകളുമായി ചുറ്റും കൂടിയ മാധ്യമ പടയോട് അറിഞ്ഞിട്ട് പറയാമെന്ന് ലാൽ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ 24 ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ടർ തയ്യാറല്ലായിരുന്നു. മൈക്കുമായി തിക്കിത്തിരക്കിയ റിപ്പോർട്ടർ ആദ്യം പോലീസുകാരന്റെ തലയിൽ മൈക്ക് കൊണ്ട് ഒരെണ്ണം കൊടുത്തു. രണ്ടാമത്തെ കുത്തുകൊണ്ടത് മോഹൻലാലിന്റെ കണ്ണിലും. എന്നാൽ വേദന കടിച്ചമർത്തി സൗമ്യതയോടെ ലാൽ ചോദിച്ചത് എന്താ മോനെ എന്ന്. ഇപ്പോൾ ലാലിന്റെ ക്ഷമയെ വാനോളം പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ. ഒപ്പം ചാനലുകളുടെ ആക്രാന്തത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. ചോദ്യങ്ങൾ ചോദിക്കാം, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷെ ഉത്തരം കിട്ടണമെന്ന് വാശി പിടിക്കരുത്. പാപ്പരാസി സ്വഭാവം വല്ലാതെ പിടികൂടിയതോടെ മാധ്യമങ്ങൾ സെലിബ്രിറ്റികൾക്ക് പിന്നാലെ കൂടി അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവരെ ശല്യം ചെയ്യുന്ന സ്വഭാവം വർദ്ധിച്ചു വരികയാണ്. സിനിമാ താരങ്ങളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മമ്മൂട്ടിയെയും ലാലിനെയും പോലെ എവിടെ പോയാലും ആളുകൂടുന്ന സൂപ്പർ താരങ്ങളായാലും അവരുടെ കഥ കഴിഞ്ഞത് തന്നെ. കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്നതിനിടെയാണ് കടന്നലുകളെ പോലെ മൈക്കുകളുമായി വിവിധ ചാനലുകളുടെ റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ കടന്നാക്രമിച്ചത്. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന GST ദിനാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് എത്തിയതായിരുന്നു മോഹൻലാൽ. ചടങ്ങിന് ശേഷം അദ്ദേഹം മടങ്ങുമ്പോഴാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ചോദിച്ച ചോദ്യത്തിന് തനിക്കൊന്നും പറയാനില്ല, താൻ അറിഞ്ഞില്ല, അറിഞ്ഞിട്ട് പറയാമെന്ന് അദ്ദേഹം വളരെ സൗമ്യമായി പറഞ്ഞിട്ടും ചാനൽ സംഘം അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയായിരുന്നു. ഈ തിരക്കിനിടെയാണ് 24 ന്യൂസ് ചാനലിന്റെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ കുത്തിയത്. നന്നായി വേദനിച്ചതോടെ അദ്ദേഹം കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിച്ച ചോദ്യവും പ്രതികരണ രീതിയും സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്താ മോനെ, കണ്ണിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ചോദിച്ച ലാൽ തന്റെ കാറിലേക്ക് കയറുകയാണ് ചെയ്തത്. വാഹനത്തിന്റെ ഡോർ അടക്കുന്നതിന് മുൻപ് മോനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് മൈക്ക് കൊണ്ട് കണ്ണിൽ കുത്തിയ 24 ചാനലിന്റെ പ്രവർത്തകനെ നോക്കി തമാശ മട്ടിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ലാലേട്ടനായതുകൊണ്ട് സൗമ്യമായി പെരുമാറി. മറ്റു വല്ല താരങ്ങളുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന മട്ടിലുള്ള പോസ്റ്റുകളും കമന്റുകളും കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിറയുകയാണ്. മോഹൻലാലിന്റെ ക്ഷമയെയാണ് പലരും വാനോളം പുകഴ്ത്തുന്നത്. പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് എഴുത്തുകാരനും ഡോക്ടറുമായ മനോജ് വെള്ളനാടിന്റെ കുറിപ്പാണ്. അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു: മോഹൻലാലിന്റെ കണ്ണിൽ മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് കൊള്ളുന്ന വീഡിയോ കണ്ടു. എന്തൊരു വൃത്തികേടാണ് അയാൾ കാണിച്ചത്. എത്രയോ പ്രാവശ്യം തനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ടും ഒരു മിനിമം മര്യാദ അവർ കാണിക്കുന്നില്ല എന്നതാണ് സത്യം. അതേസമയം മോഹൻലാൽ മര്യാദയുടെയും ക്ഷമയുടെയും നെല്ലിപ്പലകയിൽ നിന്നാണ് അപ്പോൾ പ്രതികരിച്ചത്. എന്താ മോനെ കാണിച്ചത് എന്ന് ചോദിച്ച് ഒരു പരാതി പോലും പറയാതെ കണ്ണും തടവിക്കൊണ്ട് കാറിൽ കയറി പോവുകയാണ് ചെയ്തത്. മോഹൻലാലിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ശക്തമായി പ്രതികരിച്ചേനെ. അങ്ങനെ പ്രതികരിക്കേണ്ടത് ആവശ്യവുമായിരുന്നു. ലാലിന് പകരം തൃശ്ശിവ പേരൂർ രാജ്യത്തെ രാജ്യാധിപനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. പാവം മോഹൻലാൽ, കണ്ണിന് കാര്യമായി പരിക്കൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഒരു സമൂഹത്തോടൊപ്പം ഞങ്ങൾക്കും ഒന്നേ പറയാനുള്ളൂ: ഒരു ചാനലും മൈക്കും ഉണ്ടെങ്കിൽ ആരുടെ സ്വകാര്യതയിലേക്കും എത്തിനോക്കാമെന്നും തങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണെന്നുമുള്ള വിചാരമുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും ചാനൽ റിപ്പോർട്ടർമാർ ഉപേക്ഷിക്കണം. മാന്യമായി ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം നൽകാൻ അവർ തയ്യാറാണെങ്കിൽ കേൾക്കുക, അല്ലാതെ ബലമായി അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ.